അതെ, ഇന്നൊരു കുക്കർ ബിരിയാണി വെച്ചാലോ? എളുപ്പത്തിൽ നമുക്കൊരു കുക്കർ ബിരിയാണി വെക്കാം. വിത്തിൻ 20-30 മിനിറ്റ്സ്. ബാ, നമുക്ക് വെക്കാം. അതെ, അപ്പോൾ ചിക്കൻ റെഡിയാക്കാനായിട്ടുണ്ടല്ലോ, ഞാനിവിടെ ഗ്രീൻ മസാലയാണ് യൂസ് ചെയ്തത് കേട്ടോ. മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സ്വല്പം തൈര്, അതുപോലെ തന്നെ നാരങ്ങാനീര് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നമ്മുടെ ചിക്കനിൽ പിടിപ്പിക്കാൻ വേണ്ടി വയ്ക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു അങ്ങനെ കൈ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ വാരി വലിച്ചതിനകത്തോട്ട് ഇടുക. അത് കഴിഞ്ഞ് സവാള കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ ചേർക്കുക. ഒന്ന് വഴറ്റുക, തക്കാളി ഇടുക, വഴറ്റുക. അതിനകത്ത് ഇനി ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിൽ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ രുചി നമുക്ക് ചിക്കനിലുണ്ട്, അതുകൊണ്ട് ഇനിയും ചേർക്കണ്ട കേട്ടോ. അതിനുശേഷം ആ ചിക്കൻ അതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് ഒരു ഹാഫ് വേവ് ആവണം. സോ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ അരി കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുതിർന്നിരിക്കുകയാണ്. അതും കൂടി ഈ ചിക്കനിലോട്ടിട്ട് ഇളക്കുക. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് ഏകദേശം ഒരു 4 കപ്പ് വെള്ളം വേണം. ആ ചിക്കനിൽ നിന്ന് ഒത്തിരി വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ 4 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് അലങ്കാരപ്പണികളാവാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം, സ്വല്പം മല്ലിയില, പിന്നെ കാഷ്യൂനട്ട്, മുന്തിരിങ്ങ ഇതൊക്കെ ചേർക്കാം. ഇതൊക്കെ ഇല്ലെങ്കിൽ ബിരിയാണിക്ക് ഒരു ഗുമ്മില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ സ്വല്പം എസൻസ് ആവാം, പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസും. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിൽ നിൽക്കില്ല, ഭയങ്കര മണമായിരിക്കും. അതുകൊണ്ട് അതുകൂടെ ചേർത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്കർ അടച്ചു വയ്ക്കുക. ആവി പോയതിന് ശേഷം കുക്കർ തുറക്കുക കേട്ടോ. എന്നെപ്പോലെ ധൃതി വെച്ച് പെട്ടെന്ന് വിളമ്പാവെന്ന് വിചാരിക്കരുത്. അതിങ്ങനെ കുഴഞ്ഞ് കുഴാന്നിരിക്കും. അതിനുശേഷം ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ ചൂട് പോകാൻ വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അത് കറക്റ്റ് പരുവത്തിലൊക്കെ കിട്ടിയത്. ചൂടാറണം. ഏത് സാധനം കഴിക്കണമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആറിയതിന് ശേഷം ഇതുപോലെ വിളമ്പിയപ്പോൾ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടി കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്നൊരു കൊതിയൊക്കെ തോന്നുമ്പോണ്ടല്ലോ, കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് പറയത്തില്ലേ, ആ രീതിയിൽ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ അധികം മെനക്കെടൊന്നുമില്ല, എല്ലാം ഒരു പാത്രത്തിൽ കഴിയും. ഒത്തിരി പാത്രമൊന്നും കഴുകണ്ട, മെനക്കെടണ്ട. അങ്ങനെ പല പല ഉപകാരങ്ങളുണ്ട് ഈ ബിരിയാണി കൊണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ബായ്.